ഇന്ന് നമുക്ക് വൈറലായിട്ടുള്ള ദുബായ് കുനാഫ ചോക്ലേറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഞാനിത് മൂന്നാമത്തെ തവണയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യമാണ് എനിക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത്. ഇതൊരു റെസിപ്പി വീഡിയോ ഒന്നുമല്ല, എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ ഉണ്ടാക്കി അത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചോക്ലേറ്റ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇവിടെ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഞാൻ 2 ഡയറി മിൽക്കും കൂടെ വാങ്ങിച്ച് കുറച്ച് ബട്ടറൊക്കെ ഒന്ന് ചേർത്തിട്ട് അതുപോലെ നോക്കിയെടുത്തു. പിന്നെ കുറച്ച് പിസ്ത വേണം, നമുക്ക് പിസ്താഷ്യോ ബട്ടർ ഉണ്ടാക്കാനാട്ടോ. അപ്പോൾ കുറച്ച് പിസ്ത എടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. കുറേ നേരം ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് എണ്ണയുടെ ഒരു രൂപമായിട്ട് കിട്ടും. പിന്നെ അതിലേക്ക് കുറച്ച് പൗഡർ ഷുഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ടും തിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ മെയിൻ താരമായ കുനാഫ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് കുനാഫ ഒന്ന് കുരുകുരാ പൊടിച്ചെടുത്തിട്ട് ബട്ടറിൽ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ കുനാഫ ഒക്കെ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന പിസ്താഷ്യയിലേക്ക് കുനാഫ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് തിക്കാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റും കൂടി ഒന്ന് മെൽറ്റ് ചെയ്ത് ഒഴിച്ചാൽ കുറച്ചും കൂടെ ലൂസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ മോൾഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൾഡിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. മോൾഡിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ 4 സൈഡിലും ആക്കി കൊടുക്കണേ. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആക്കണം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, പക്ഷേ സെറ്റ് ആവുന്നതിന് മുന്നേ എടുത്തു, എനിക്ക് ആവേശം കൂടി പോയിട്ടാണ്. എന്നിട്ട് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കുനാഫ പിസ്താഷ്യോ നമുക്ക് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മുകളിൽ വീണ്ടും ഒരു ലെയറും കൂടെ ചോക്ലേറ്റ് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇത് ഞാൻ പിറ്റേ ദിവസം എടുക്കുന്ന വീഡിയോ ആണ്. ഓവർനൈറ്റ് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നു. രാവിലെ എടുത്തപ്പോഴത്തേക്കും നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് സെറ്റ് ചെയ്ത് വെച്ചപ്പം ഇത്രയും അടിപൊളിയായിട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അതിങ്ങനെ ഇളക്കിയെടുത്തപ്പോൾ എൻ്റെ കിളി പോയി. കാരണം കറക്റ്റ് ആ വീഡിയോസിലൊക്കെ കാണും പോലെ തന്നെയായിരുന്നു കേട്ടോ. കഴിഞ്ഞ 2 പ്രാവശ്യം ചെയ്തപ്പോഴും മോൾഡ് ഇല്ലാതെയാണ് കേട്ടോ ഞാൻ ചെയ്തത്. അപ്പം ഈ നമ്മൾ ചോക്ലേറ്റ് ഒഴിക്കുമ്പം അവിടെ ഇവിടെയൊക്കെ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. പക്ഷേ ഇത് നല്ല പെർഫെക്റ്റ് ആയിരുന്നു, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി കേട്ടോ. ടേസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഒറിജിനൽ കുനാഫ ചോക്ലേറ്റ് കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇത് തന്നെയാണ് കേട്ടോ നമ്മളുടെ ടേസ്റ്റ്. അടിപൊളിയായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.